പ്രിയപ്പെട്ട മോമിനാത്തുകളെ, ദീർഘനേരത്തെ പ്രഭാഷണം ഉദ്ദേശിക്കുന്നില്ല. എന്നാലും നമുക്ക് ഉപകരിക്കും എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. താബിഈങ്ങളിൽ വളരെ പ്രധാനിയും ജീവിതത്തിൻ്റെ സംശുദ്ധി കൊണ്ട് ലോകത്തിനേറെ മാതൃകയായ മഹാനുമാണ് സയ്യിദുന അൽ ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു. നബി കുടുംബത്തിൽ ജീവിക്കാൻ തൗഫീഖ് കിട്ടിയ നിരവധി സ്വഹാബിമാരിൽ നിന്ന് മതം പഠിക്കാൻ ഭാഗ്യം ലഭിച്ച, എന്താണോ പറയുന്നത് അതെല്ലാം ജീവിതത്തിൽ ഉണ്ടാവുകയും ജീവിതത്തിൽ ഉള്ളത് മാത്രം ബാക്കിയുള്ളവരെ ഉപദേശിക്കുകയും ചെയ്യുന്ന, വാക്കുകൾക്ക് വലിയ ഫലം അസർ അള്ളാഹു നൽകിയ മഹാനാണ് ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു. അത്രമേൽ മോമിനീങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നയാളാണ് മഹാനവറുകൾ. മഹാനവറുകൾ പറയുന്ന ഒരു ആശയം ഹാഫിള് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു തൻ്റെ അൽ ഇസ്തിഅദാദ് ലി യൗമിൽ മആദ് എന്ന കിതാബിൽ കൊണ്ടുവരുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കേണ്ട അവയവമായ ഹൃദയം, ആ ഹൃദയം അഥവാ ഖൽബ് ചീത്തയാവുന്നതിൻ്റെ, കേടുവരുന്നതിൻ്റെ, ഫസാദാവുന്നതിൻ്റെ 6 കാരണങ്ങളാണ് മഹാനവറുകൾ പറയുന്നത്. എന്തുകൊണ്ടാണ് പല മനുഷ്യരുടെയും ഹൃദയം കേടുവരുന്നത് എന്ന വലിയ പാഠം മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ലോകത്ത് വേറെ ഏത് അവയവം കേടുവന്നാലും മനുഷ്യന് നന്നാവാൻ പറ്റും. കണ്ണിന് പരിക്ക് പറ്റി അയാൾക്ക് നന്നാവാം. ഖൽബിന് കേടുവന്നാൽ അയാൾക്ക് നന്നാവാൻ പറ്റില്ല. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, അത് സംരക്ഷിക്കാനാണ് നമ്മളോട് അള്ളാഹു പറഞ്ഞത്. മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഖൽബാണ്, ഹൃദയമാണ്. ആ ഹൃദയത്തിലാണ് നന്മ ഉണ്ടാവുന്നത്, അതേ ഹൃദയത്തിൽ തന്നെയാണ് തിന്മ ഉണ്ടാവുന്നത്. അള്ളാഹു മനുഷ്യരോട് പറയുന്നത്, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് പരലോകത്തേക്ക് വരുമ്പോൾ ആകെ എനിക്ക് നിങ്ങളിൽ നിന്ന് വേണ്ടത് അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഉണ്ടാവണം, അക്കൗണ്ട് ബാലൻസ് ഉണ്ടാവണം എന്നുള്ളതല്ല. അള്ളാഹുവിന് നമ്മളിൽ നിന്ന് ആകെ 60, 70, 40, 50 കൊല്ലം ജീവിച്ച് നമ്മളിൽ നിന്ന് അള്ളാഹുവിന് ആകെ വേണ്ടത് യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. ആഖിറത്തിൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, എനിക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ വെറുപ്പുണ്ടാവുന്ന ഒരു വിശേഷണവുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരാൻ പാടില്ല. അസൂയ വരരുത്, വെറുപ്പ് വേറൊരാളോട് ഉണ്ടാവരുത്, കിബർ ഉണ്ടാവരുത്, റിയാവ് ഉണ്ടാവരുത്, ഉജ്ബ് ഉണ്ടാവരുത്, അങ്ങനെ ഒന്നും ഉണ്ടാവരുത്. ആകെ അള്ളാഹുവിന് നമ്മളിൽ നിന്ന് വേണ്ടത് സലീമായ ഖൽബായിരിക്കണം. എന്താണ് സലീമായ ഖൽബ് എന്ന് പറഞ്ഞാൽ? അള്ളാഹ്ക്ക് വെറുപ്പുള്ള ഒരു കാര്യവും ഇല്ലാത്ത ഖൽബായിരിക്കണം നമ്മുടെ ഖൽബ്. അതാണ് സലീമായ ഖൽബ് എന്ന് ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ എഴുതി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു സെൽഫി എടുത്തു നോക്കൂ. എന്താണ് അതിൽ നിന്ന് വരുന്ന പിക്ചർ? നമ്മുടെ മുഖത്തിൻ്റെ, നമ്മുടെ ശരീരത്തിൻ്റെ പിക്ചറും വീഡിയോ ഒക്കെ നമ്മൾ പകർത്താറില്ലേ? ഇപ്പോൾ തന്നെ ഈ സദസ്സിൻ്റെ ഒരു ഫോട്ടോ മഹല്ല് ഗ്രൂപ്പിൽ വന്നാൽ നമ്മൾ ഓരോരുത്തരും ആദ്യം നോക്കൽ സൂമാക്കിയിട്ട് ആരുടെ ഫോട്ടോ? നമ്മുടെ സ്വന്തം ഫോട്ടോ. പിന്നെ ആരുടെ ഫോട്ടോ നോക്കേണ്ടത്? നമുക്കറിയില്ലേ നമ്മൾ എങ്ങനെയാണെന്ന്? അറിയാം. എന്നാലും നമ്മൾ സൂമിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നോക്കുന്നത് നമ്മുടെ വേഷഭൂഷാദികളിലേക്കല്ല. നമ്മൾ കോസ്മെറ്റിക്സ് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നാണോ അള്ളാഹു നോക്കുന്നത്? അല്ല. നമ്മുടെ ഏതെങ്കിലും വസ്ത്രധാരണയിലേക്കാണോ അള്ളാഹു നോക്കുന്നത്? അല്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അള്ളാഹുവിന് ആകെ അറിയേണ്ടത് നമ്മുടെ ഖൽബിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് മാത്രമാണ്. ഖൽബ് പല വിധത്തിലും ഉണ്ടാകും. പുഴുക്കൾ ഉള്ള ഖൽബ്, കേടുവന്ന ഖൽബ്. മാങ്ങ കെട്ടുപോയാൽ, ആപ്പിൾ കേടുവന്നാൽ, ഏത് ഫ്രൂട്ട് കേടുവന്നാലും
നമ്മൾ ഒഴിവാക്കുന്നത് പോലെ ഖൽബിൽ കേട് ഉണ്ടെങ്കിൽ പിന്നെ അയാളുടെ ഇബാദത്തൊന്നും അള്ളാഹുവിന് വേണ്ട, അള്ളാഹുവിന് വേണ്ട. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ചെറിയ സൂറത്തിൽ പോലും അള്ളാഹു പറഞ്ഞ ആശയം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഫസ്വല്ലി ലിറബ്ബിക, അവിടെ ലാമിന് ഒരു വട്ടുടണം. ഫസ്വല്ലി ലിറബ്ബിക, ആ ലാമിന് ഒരു റൗണ്ട് വരക്കണം. എന്നിട്ട് ആ ലാമിനെ ഒന്ന് സൂമാക്കി നോക്കൂ. എന്താണ് ആ ലാമിന്റെ അർത്ഥം? നിങ്ങൾ ചെയ്യുന്ന എല്ലാം ലി റബ്ബിക, അള്ളാഹുവിന് വേണ്ടിയാവണം. വേറൊരു താല്പര്യം ഉണ്ടാവരുത്. വൻഹർ, വൻഹർ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സർവവൃത്തികേടിനെയും അറുത്ത് കളയണം. വൻഹർ, നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയം, ആ ഹൃദയത്തിൽ ഉളുഹിയ്യത്ത് ഇറക്കുമ്പോൾ ഞാൻ 13 കൊല്ലമായി എൻ്റെ വീട്ടിൽ ഉളുഹിയ്യത്ത് ഇറക്കുന്നു എന്ന താല്പര്യമാണോ ഉള്ളത്? വൻഹർ, ആ ഉളുഹിയ്യത്തിന് അള്ളാഹുവിന് വേണ്ട, ആ ഉളുഹിയ്യത്ത് അള്ളാഹുവിന് വേണ്ട. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, ഈ ആയത്തിന് വേറൊരു അർത്ഥമുണ്ട്. ഫസ്വല്ലി, നിങ്ങൾ പെരുന്നാൾ നിസ്കരിക്കണം. ലിറബ്ബിക, അള്ളാഹുവിന് വേണ്ടി. അതിനാ പെരുന്നാൾ നിസ്കാരം അള്ളാഹുവിന് വേണ്ടി എന്ന് പ്രത്യേകം പറയണത്. വൻഹർ എന്ന് തൊട്ട് ശേഷം വരാൻ പോകുന്നുണ്ട്. ഉളുഹിയ്യത്ത് ഇറക്കുക കൂടി വേണം. ഉളുഹിയ്യത്ത് ഇറക്കണ താല്പര്യം വേറൊന്നും ആവരുത്. എനിക്കെന്തെങ്കിലും ഓഹരി കിട്ടണം എന്ന ചിന്തയാണോ നമുക്കുണ്ടാവേണ്ടത്? അല്ല. ഒരു കാര്യം സ്വതക്ക ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഖൽബിൽ നിന്ന് അങ്ങ് വിടണം. അതിങ്ങനെ ചുറ്റിപ്പറ്റി എനിക്കെന്ത് കിട്ടും എന്ന ചിന്തയല്ല നമുക്കുണ്ടാവേണ്ടത്. മഹാനായ ഖൈസ് ബിൻ സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു അൻഹു, വിശ്വപ്രസിദ്ധനായ സഹാബിയായ ഖൈസ് സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ഖൈസ് ബിൻ സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു അൻഹുമാ. ആ ഖൈസ് ബിൻ സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു അൻഹുമയുടെ പ്രത്യേകത എന്താ? നല്ലോണം ഭക്ഷണം കൊടുക്കല്ലേ. എന്താ കാരണം? ഉപ്പ സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു അൻഹു സൽക്കാരപ്രിയനാണ്. എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്ന ആളാണ്. സ്വർഗത്തില് സ്പെഷ്യൽ കൊട്ടാരം, സ്പെഷ്യൽ റൂമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു അറാബി എണീറ്റ് എന്ന് ചോദിച്ചല്ലോ, നബിയെ അത് ആർക്കുള്ളതാണ് സ്വർഗത്തിലെ കൊട്ടാരം, സ്വർഗത്തിലെ സ്പെഷ്യൽ റൂം? ലിമൻ ത്വാബൽ കലാം, ലിമൻ ത്വാബൽ കലാം, സംസാരം വളരെ നന്നാക്കുന്ന മനുഷ്യന്മാർക്ക്. വഖൂലു ലിന്നാസി ഹുസ്നാ, മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും എല്ലാവരോടും നല്ല വർത്തമാനങ്ങൾ മാത്രം പറയുന്ന മനുഷ്യർ, അവർക്കാണ് സ്വർഗത്തിലെ കൊട്ടാരം. ആയത്തിന്റെ തഫ്സീർ ഖുർത്തുബിയിൽ ഞാൻ ഈ പറഞ്ഞ വിശദീകരണം കാണാം. ചില ആൾക്കാർക്ക് നല്ല അമലുണ്ടാവും, പക്ഷെ സംസാരം, അയാളോട് മിണ്ടിയാൽ കുടുങ്ങും. അയാൾ കണ്ടാൽ തന്നെ എന്തൊക്കെ ഒരു നെഗറ്റീവായിരിക്കും പറയാം, ഉറപ്പ്. അതുകൊണ്ട് തന്നെ ചില മനുഷ്യന്മാരെ കാണാൻ തന്നെ ചെറുപ്പക്കാർക്ക് പേടിയാണ്. എന്തുകൊണ്ട്? ഇപ്പൊ എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയും. അങ്ങനല്ല. വഖൂലു ലിന്നാസി ഹുസ്നാ, എല്ലാവരോടും നല്ലത് പറയണം, എല്ലാവരോടും നല്ലത് പറയണം. അത് ഫാജിറാണെങ്കിലും തെമ്മാടിയാണെങ്കിലും അയാളോടും അങ്ങനെ തന്നെ പറയേണ്ടത്, നല്ല വർത്താനം പറയണം. നിങ്ങൾ കണ്ടില്ലേ, മൂസ നബി അലൈഹി സ്വലാമിനെയും ഹാറൂൻ നബി അലൈഹി സ്വലാമിനെയും അല്ലാഹു ഫിർഔനിലേക്ക് പ്രബോധനത്തിന് അയക്കുമ്പോൾ പറഞ്ഞത് എന്തേ? നിങ്ങൾ ഫിർഔനിലേക്ക് പോയിട്ട് ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ, കുറച്ച് സോഫ്റ്റ് ആയിട്ട് വർത്താനം പറയണേ. ചിലപ്പോൾ ആ വർത്താനം കൊണ്ട് നന്നായാലോ എന്ന്. അള്ളാഹ്ക്ക് അറിയില്ലേ ഫിർഔൻ നന്നാവില്ല? അറിയാം. പിന്നെ അങ്ങനെ പറയണത്? പ്രബോധനം നടത്തുന്ന ആൾ റിസൾട്ട് നോക്കിയിട്ടല്ല പ്രബോധനം നടത്തേണ്ടത്. പ്രബോധനം നടത്തുന്ന ആൾ പ്രബോധനത്തിന്റെ എല്ലാ കണ്ടീഷൻസും പാലിച്ചുകൊണ്ടാണ് സംഘടനാ പ്രവർത്തനം നടത്തേണ്ടത്. നമ്മുടെ നാട്ടില് ഭാര്യ ഭർത്താവിനെ ഫോൺ വിളിച്ചിട്ട് കുറെ തവണ എടുക്കാണ്ടായാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഭർത്താവ് ഫോൺ വിളിച്ചാൽ ഭാര്യ അപ്പാടെടുത്തിരിക്കണം. കിച്ചണിൽ പോകുമ്പോൾ ബാത്റൂമിൽ പോകുമ്പോൾ എല്ലാം ഫോൺ കീശയിലിട്ടിട്ട് പോകണമെന്നാ ചില ഭർത്താക്കന്മാരുടെ കൺസേൺ. അതൊരു തെറ്റായ രീതിയാണ്. എല്ലാവരെയും നമ്മൾ ഉൾക്കൊള്ളുന്നവരാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ കൊട്ടാരം ഓഫർ ചെയ്യുന്ന തന്നെ ലിമൻ അത്വാബൽ കലാം, ലിമൻ അത്വാബൽ കലാം, നല്ല സംസാരമായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും. പിന്നെ പറയുന്ന ഓഫറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വലിമൻ അത്അമ അത്അം, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന സൽക്കാരപ്രിയരായ ആൾക്കാരുണ്ടാവും. നമ്മുടെ നാട്ടിലെ ഉമ്മമാർ ആ ഒറ്റ ഇബാദത്തുണ്ടായിരിക്കും ആഖിറത്തിൽ രക്ഷപ്പെടുക. നാട്ടിലെ ഉമ്മമാരെ കണ്ടില്ലേ, ഉസ്താദുമാരുടെ ചെലവിൻ്റെ പണം, ചെലവിൻ്റെ ദിവസമാണെങ്കിൽ, ഭക്ഷണം കൊടുക്കേണ്ട ദിവസമാണെങ്കിൽ അവരുടെ കാലുവേദന മാറി, തലവേദന മാറി, ആഫിയത്തായി. കണ്ടില്ലേ നിങ്ങൾ? നമ്മളെ നാട്ടിലെ ഉമ്മമാർ ആഖിറത്തിൽ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ലിമൻ അത്അമ അത്അം, ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരിക്കും. അതിലുമ്മമാരെ കഴിച്ചിട്ട് വേറെ ആരെങ്കിലൊക്കെ ഉള്ളൂ.
ഖൈറുക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമർ മൻ അത്അമ ത്വആം ഭക്ഷണം കൊടുക്കുന്നവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകം കണ്ട വലിയ മഹാനല്ലേ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹ്. മഹാനവറുകൾ പറയുന്നുണ്ടല്ലോ, ഞാൻ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി എന്താണ് കൂടുതൽ ചെയ്യേണ്ടത് എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. മഹാനവറുകൾ ഇപ്പൊ ചെയ്യാത്ത ഇബാദത്ത് ഉണ്ടാവും? സുന്നത്ത് നിസ്കരിക്കാതിരിക്കൂലല്ലോ, ഇല്ല. സുന്നത്ത് നോമ്പ് എന്തായാലും ഉണ്ടാവില്ലേ? ഉണ്ടാവും. സ്വതക്ക എന്തായാലും ചെയ്യൂലേ? ചെയ്യും. മറ്റ് സുഹൃത്തുക്കൾ എന്തായാലും ചെയ്യൂലേ? ചെയ്യും. അതിൻ്റെ ഒക്കെ പുറമെ കുറച്ചും കൂടി അള്ളാഹുവിലേക്ക് അടുക്കാൻ ഞാൻ എന്താണ് കൂടുതൽ ചെയ്യേണ്ടത്? ഓൾറെഡി സുന്നത്ത് നോമ്പ് സുന്നത്ത് നിസ്കാരമൊക്കെ ഉണ്ട്. കൂടുതൽ എന്താണ് ചെയ്യേണ്ടത്? എല്ലാ അമലും ഞാൻ ഇങ്ങനെ ലെൻസ് ഇട്ടിട്ട് നോക്കി ഏത് അമല് ചെയ്താലാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടം എന്ന് കണ്ടെത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. എനിക്ക് കിട്ടിയത് ജിലാനി ശൈഖ് റളിയല്ലാഹു അൻഹു പറയാം, എനിക്ക് കിട്ടിയത് ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ അള്ളാഹുവിലേക്ക് എടുക്കാൻ പറ്റിയ ഒരു അമൽ ഇല്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. കണ്ടോ മോമിനീങ്ങളെ, ആ ഇബാദത്ത് നമുക്കുണ്ടെങ്കിൽ ഇന്ന ഫിൽ ജന്നത്തി ഉറഫൻ, സ്വർഗ്ഗത്തിൽ ഒരു സ്ഫടിക കൊട്ടാരമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നന്മ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു സ്വഹാബിയാണ് സഅദ് ഇബ്നു ഉബാദത്ത് റളിയല്ലാഹു അൻഹു. വല്ലാത്ത സൽക്കാരപ്രിയനാണ്, അൻസ്വാരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തിയ കാലം മുതൽ പരമാവധി ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഈ സ്വഹാബി താല്പര്യപ്പെടും. ചിലപ്പോഴൊക്കെ മദീനത്തെ പള്ളിയിൽ നിന്ന് ലാസ്റ്റ് ആയിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുക. കാരണം അഹ്ലുസുഫത്തിൽപ്പെട്ട ആരെങ്കിലും ഭക്ഷണം കഴിക്കാതെ പ്രയാസപ്പെടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് തങ്ങൾ അങ്ങനെ ശ്രമിക്കുന്നത്. കഴിച്ചില്ലേ കുറെ ആളുണ്ടല്ലോ അല്ലേ? അപ്പൊ പണക്കാരായ മയാസിർ സ്വഹാബത്തിനെ നോക്കിയിട്ട് ചോദിക്കും, എത്ര പേരെ ഇന്ന് വീട്ടിൽ ഡിന്നറിന് കൊണ്ടുപോകാൻ പറ്റും? എത്ര? രണ്ടാള് പോവാം. നിങ്ങൾക്ക് എത്ര? നാലാള് വരും. ഇത് കാണുമ്പോൾ സഅദ് ഇബ്നു ഉബാദത്ത് റളിയല്ലാഹു പറയും, ഞാനൊരു 80 ആളെ കൊണ്ടുപോയിക്കോളാം. ഒരു രാത്രി ഒരു മുൻകൂറും ഇല്ലാതെ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ 80 ആളെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ സ്വഹാബിയുടെ ഈമാൻ എത്രയായിരിക്കും നിങ്ങൾ ആലോചിക്കുക. 80 ആളെ കൊണ്ടുപോകും. എത്ര? ഇത് കണ്ട് പഠിച്ച മോനാണ് ഖൈസ് റളിയല്ലാഹു അൻഹു എന്ന മോന്. ഈ ഉപ്പാനെ കണ്ട് ഹാഫിള് ദഹബി അങ്ങനെ തന്നെ പറയുന്നതാണ്. 10 ഗുണം 10 ഗുണം എന്ന പാർട്ടിലാണ് ഈ ചരിത്രം ഹാഫിള് ദഹബി കൊണ്ടുവരുന്നത്. ഉപ്പാനെ ഭക്ഷണം കൊടുക്കുന്ന അങ്ങനെ കാണുകയാണ്. അങ്ങനെയാണ് ഈ മോനും സൽക്കാരപ്രിയനാവുന്നത് എന്ന് ചരിത്രം വായിക്കുമ്പോൾ, സിയറിൻ്റെ തബക്കാത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ഉപ്പ ചെയ്യുന്നതിനനുസരിച്ച് മക്കളും നന്മ ചെയ്യുമല്ലോ. അതുകൊണ്ടല്ലേ പണ്ഡിതന്മാർ പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും മക്കളെ പിശുക്ക് പഠിപ്പിക്കരുത്. മക്കളാരെങ്കിലും പിശുക്ക് പഠിപ്പിക്കും. നീ രാവിലെ പിശുക്ക് കാണിക്കണം, ഉച്ചക്ക് പിശുക്ക് കാണിക്കണം, രാത്രി പിശുക്ക് കാണിക്കണം, നാളെ പിശുക്ക് കാണിക്കണം, അങ്ങനെ ആരെങ്കിലും പഠിപ്പിക്കുമോ? ഇല്ല. പിന്നെന്തേ മക്കളെ പിശുക്ക് പഠിപ്പിക്കരുത് എന്ന് പറയുന്നതിൻ്റെ താല്പര്യം എന്താ പണ്ഡിതന്മാർ പറയണത്? ഉപ്പാനെയും ഉമ്മാനെയും സ്വതക്ക ചെയ്യാത്തത് കാണാത്ത മക്കൾ തനിയെ അവരിൽ നിന്ന് പിശുക്ക് പഠിച്ചോളൂ എന്ന് പറഞ്ഞാൽ വെറും ജീപേ മാത്രം ചെയ്താൽ പോരാ, മക്കളെ കൂടി ബോധ്യപ്പെടുത്തിയിട്ട് സ്വതക്ക ചെയ്യണമെന്ന്. കാരണം മറ്റുള്ളവർ മാതൃകയാക്കും വിധത്തിൽ പരസ്യമാക്കുന്നതിന് അവിടെ നമുക്ക് വലിയ കൂലിയുണ്ട്. അവിടെ രഹസ്യ സ്വതക്കല്ല ചെയ്യേണ്ടത്, അവിടെ പരസ്യമായി സ്വതക്ക ചെയ്യണമെന്ന് സഖരിയ അൻസ്വാരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അല്ലെങ്കിലും വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ് എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ അത് ഇൻക്ലൂഡഡ് ആണ്. തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമുക്കത് കിട്ടും. വിഷയത്തിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ ഉപ്പാനെ കണ്ടുപഠിച്ച മോനാണ് ഖൈസ് റളിയല്ലാഹു അൻഹു. ആ ഖൈസ് റളിയല്ലാഹു അൻഹു ഒരു യാത്രയിൽ ഒരു ഒട്ടകത്തിനെ അറുത്തിട്ട് ഫുള്ളായിട്ട് സ്വതക്ക ചെയ്തു. ഒരു ഒട്ടകം അറുത്തിട്ട് ഫുൾ സ്വതക്ക ചെയ്തു. അതേ യാത്രയിൽ തന്നെ കുറച്ചുകൂടി ആവശ്യമുണ്ടെന്ന് കണ്ടപ്പോൾ മറ്റൊരൊട്ടകത്തിനറുത്ത് അതും സ്വതക്ക ചെയ്തു. മൂന്നാമത്തെ ഒട്ടകത്തെയും അറുത്ത് സ്വതക്ക ചെയ്തപ്പോൾ യാത്രന്റെ ക്യാപ്റ്റനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു പറഞ്ഞു, അല്ല മോനി ഇത് എത്ര സ്വതക്ക ചെയ്ത് മാറ്റിയാടോ? ലാസ്റ്റ് ക്യാപ്റ്റൻ നിർത്തിപ്പിക്കേണ്ടി വന്നു എന്നാ. കാരണം എന്താ? ഹൃദയം ശുദ്ധിയാകുമ്പോൾ കൊടുത്തിനോ ഒന്നും ചിന്തിക്കൂല, അവരങ്ങ് കൊടുക്കല്ലേ. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു വൽ അമലു സ്വാലിഹു യർഫഉഹു. അവർ മനസ്സിന്ന് വിട്ടാ തന്നെ വേറെ ചിന്തയൊന്നും ഉണ്ടാവില്ല. നമ്മളങ്ങാനും ഒരു ഉളുഹിയത്തിൻ്റെ ഓഹരിക്ക് കൂടുവോ? ഇല്ല. കൂടണമെങ്കിൽ തന്നെ 5 പള്ളിയിൽ അന്വേഷിക്കും, ഒരു ഓഹരിക്ക് എത്ര പൈസ? ഇവിടെ 7300, അവിടെ 7100 ഉള്ളൂ. 200ന്റെ നോട്ടിനായി അടി. ഇനി അഥവാ കൂടിയെന്ന് വിചാരിച്ചോ, ഒരു ഓഹരിക്ക് കൂടി, എന്നിട്ട് നമ്മൾ വിചാരിക്കുന്ന ആ തലച്ചോറോ ആ കരളിൻ്റെ പീസോ ലിവറിൻ്റെ ആ പാർട്ടോ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ മഹല്ല് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിക്കുകയും ചെയ്യും.
എങ്ങനെയുണ്ട്? ഇതാണോ നമ്മുടെ ഒരു ഇബാദത്തിന്റെ ഒരു ശക്തി ഉണ്ടാവേണ്ടത്? അതാണ് ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. വൻഹർ ആ അറവ് വെറും പോത്തിന്റെ കഴുത്തിന് വെച്ചിട്ടുള്ള അറവ് മാത്രമല്ല, ഹൃദയത്തിൽ നിന്ന് സർവ്വ വൃത്തികേടിനെയും അറുത്ത് കളയണം എന്നും ആയത്തിന് വിശദീകരണമുണ്ട്. അപ്പം നമ്മുടെ ഖൽബാണ് നന്നാവേണ്ടത് എന്നുള്ളതിനാണ് ഇത്രയും വലിയൊരു ആമുഖം പറഞ്ഞത്. നമ്മുടെ ഖൽബ് വളരെ ശുദ്ധിയായിരിക്കും. ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഖൽബിലേക്കേ അള്ളാഹു നോക്കുള്ളൂ, വേറെ ഒന്നിലേക്കും അല്ല നോക്കൂല. വേറെ ഒരു കാര്യവും അള്ളാഹ്ക്ക് അറിയണ്ട. അയാൾ ഏത് രാജ്യത്തു നിന്നാണ് ഇബാദത്ത് ചെയ്യുന്നത്, ഏത് നാട്ടിൽ നിന്നാണ് ഇബാദത്ത് ചെയ്യുന്നത്, ഏത് വസ്ത്രം ധരിച്ചിട്ടാണ്, ഏത് സമയത്താണ്, അതൊന്നും അള്ളാഹ്ക്ക് അറിയണ്ട. അയാൾ 86-ാം വയസ്സിൽ മരിച്ചാലെന്ത്, 36-ാം വയസ്സിൽ മരിച്ചാലെന്ത്. അള്ളാഹുവിന് വേണ്ടത് അയ്യക്കും അക്സറു അമല, കുറേ അമല അള്ളാഹ്ക്ക് വേണ്ട. അയ്യക്കും അഹ്സനു അമല ഐ അഖ്ലസു അമല. അള്ളാഹ്ക്ക് ഖൽബ് തൊട്ട ഇബാദത്തായിരിക്കണം, വേറൊന്നും അള്ളാഹ്ക്ക് വേണ്ട. കാരണം ഒരു ഇബാദത്ത് ചെവിയിൽ നിന്ന് പുറപ്പെടുന്ന ഇബാദത്തില്ല. നിങ്ങളൊക്കെ ഇപ്പോൾ ഇൽമ കേൾക്കുക എന്നുള്ളത് ചെവിയിൽ നിന്നാണ്. ചെവി കൊണ്ടാണ് നിങ്ങളൊരു ഇബാദത്ത് ചെയ്യുന്നത്. പിന്നെ ഇവിടെയുള്ള ഉസ്താദ്മാരെല്ലാം നോക്കുന്ന കണ്ണുകൊണ്ടുള്ള ഇബാദത്തും ഉണ്ടാവും. ഇതാണ് സംഭവിക്കുന്നത്. നിങ്ങളെ കണ്ണിൽ നിന്നും ചെവിയിൽ നിന്നും അള്ളാഹുവിലേക്ക് ഇബാദത്ത് പുറപ്പെടുമോ? ഇല്ല. അങ്ങനെ ഒരു സ്റ്റേഷൻ നിലവിലില്ല. ഇപ്പം എനിക്ക് കോഴിക്കോടേക്കാണ് ഇപ്പോൾ തിരിച്ചു പോകേണ്ടത് വാള് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവിടുന്ന് ട്രെയിൻ കയറലില്ല. ഒന്നിക്ക് മാംഗ്ലൂർ സെൻട്രൽ ഓർ ജംഗ്ഷൻ അല്ലെങ്കിൽ കാസർഗോഡേക്ക് പോകണം, അവിടെ ഡിപ്പാർട്ടർ സ്റ്റേഷനുള്ളൂ. എന്ന പോലെ അള്ളാഹിലേക്ക് പുറപ്പെടുന്ന ഇബാദത്ത് ചെവിയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ഇബാദത്തൊന്നുമില്ല. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ചെവിയിൽ നിന്നൊരു ഇബാദത്ത് പുറപ്പെടില്ല. ഈ ചെവി കണ്ട് കേൾക്കുമ്പോൾ ഹൃദയത്തിൽ എന്താ ഉള്ളത് എന്നുള്ളതേ അള്ളാഹ്ക്ക് അറിയണ്ടുള്ളൂ. ഈ വാളിന് എന്തിനാണ് നമ്മൾ വന്നത്, അതേ അള്ളാഹ്ക്ക് അറിയണ്ടുള്ളൂ. ഞാൻ എന്തിനു വന്നു, നമ്മളെല്ലാവരും ഇവിടെ എന്തിനും ഒരുമിച്ച് കൂടി. വന്നിട്ടില്ലെങ്കിൽ മോശമല്ലേ, ഭാര്യ കളിയാക്കൂല എന്നാണെങ്കിൽ ഏറ്റവും നല്ലത് വീട്ടിൽ തന്നെ ഉറങ്ങുന്നതാണ് കാര്യം. അതുകൊണ്ടാണ് എല്ലാവരും ചെയ്യാൻ സാധ്യതയുള്ള ഇബാദത്തിനെ കുറിച്ച് ഹദീസിൽ ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ടാവും. എന്താണെന്നറിയോ? വഹ്തിസാബൻ എന്ന് പ്രത്യേകം പറയും. എല്ലാവരും ചെയ്യാൻ സാധ്യതയുള്ള സാഹചര്യം മുഴുവനും ആ രീതിയിൽ ഇബാദത്ത് ചെയ്യണമെന്നാണ് മനുഷ്യനോട് പറയുന്നതെങ്കിൽ അവിടെ പ്രത്യേകം വഹ്തിസാബൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഉദാഹരണത്തിന് മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ, ആരെങ്കിലും തറാവീഹ് നിസ്കരിച്ചാൽ, വഹ്തിസാബൻ അള്ളാഹിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് തറാവീഹ് നിസ്കരിച്ചാൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരും. വൽ മുറാദു ബിഖിയാമി റമദാന സ്വലാത്തു തറാവീഹ് വത്തഫഖൽ ഉലമാഉ അല ഇസ്തിഹ്ബാബിഹ ഫത്തുൽ ബാരി ശർഹ് മുസ്ലിം മിർഖാത്തുൽ മഫാത്തി ബുഖാരിന്റെ ഹദീസ്. അതെന്തിനാണ് തറാവീഹ് നിസ്കരിക്കുമ്പോൾ അള്ളാഹിന്റെ കൂലി ആഗ്രഹിച്ചാൽ എന്ന് പറയുന്നത്? റമദാനിൽ ശരിക്ക് ബസ് ഷെൽട്ടറിലോ വെയിറ്റിംഗ് ഷെഡിലോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെയോ തറാവീഹ് നിസ്കരിക്കാണ്ട് വീട്ടിലോ മറ്റോ ഇരുന്നാൽ ബോറാണ്. ഒന്ന് ഉമ്മ ചൂടാവും, ഭാര്യ കളിയാക്കും. അപ്പോൾ പിന്നെ തറാവീഹ് നിസ്കരിക്കലല്ലാണ്ട് രക്ഷയില്ല. അങ്ങനെ തറാവീഹ്ക്ക് വന്നിട്ട് കാര്യമില്ല. അതാണ് ആ പറയുന്നത്. കണ്ടോ? അതേ പ്രയോഗം വേറൊരു സ്ഥലത്തും കൂടി ഉണ്ട്. എവിടെ? മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ. റമദാനിൽ ആരെങ്കിലും അള്ളാഹിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് നോമ്പോറ്റാൽ, അതിനെ പ്രത്യേകിച്ച് പറയണത് നോമ്പോറ്റിലേക്ക് പോറല്ലേ. റമദാന്റെ പകൽ ഫുൾ ജാർ സോഡ അടിക്കാൻ കഴിയോ? ഇല്ല. ഉപ്പിലിട്ട് തിന്നാൻ കഴിയോ? ഇല്ല. അത് ആട്ടുകളിയാകും. അങ്ങനെ നോമ്പെടുത്തിട്ട് ഒരു കാര്യമില്ല. വേറൊരു സ്ഥലത്തുണ്ട്, ഒരു ഭർത്താവ് മരിച്ചു, 3-4 മക്കളുണ്ട് ആ പെണ്ണിന്, വിധവയായ പെണ്ണിന്. അപ്പൊ അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ചിട്ട് വേണ്ട, ഇനി ഒരു കല്യാണം ഒന്നും വേണ്ട, ഞാൻ എൻ്റെ മക്കളെ നോക്കി ജീവിച്ചോളാം എങ്കിൽ. അതിനങ്ങനെ പറയണത് അത് തിരിച്ചാണ് സാധ്യത കൂടുതൽ. എന്താ തിരിച്ച സാധ്യത? 4-5 മക്കളല്ല, എന്നെ ഇപ്പം ആര് കെട്ടെ, ഇനി വെറുതെ അന്വേഷിച്ചിട്ടൊന്നും കാര്യമില്ല, എനിക്ക് ആരും കിട്ടും, അങ്ങനെ വിചാരിച്ച് കെട്ടാണ്ടെന്നാലല്ല. അതാണ് ഈ സാഹചര്യം മുഴുവനും നമുക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ ഇബാദത്ത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ നിയ്യത്ത്, അള്ളാഹു നമ്മുടെ നിയ്യത്ത് നോക്കും. ഇതിൻ്റെ ഒരു വ്യാഖ്യാനം ഒരു വ്യാഖ്യാനമാണ് പറയുന്നത്. ബുഖാരിയുടെ തന്നെ വിവിധ വ്യാഖ്യാനങ്ങളിൽ വിവിധ തരത്തിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങളുണ്ട്, പഠനങ്ങൾ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും ദീർഘമായി പോകുകയല്ല. നമ്മുടെ ഖൽബ് ആണ് അള്ളാഹുവിൻ്റെ പരിഗണന. ഹൃദയത്തിന് കേടുവരാതെ നമ്മൾ നോക്കണം. ഇന്ന ഫസാദൽ ഖുലൂബി അൻ സിത്തത്തി അഷ്യാ, 6 കാര്യങ്ങളിലൂടെയാണ് മനുഷ്യൻ്റെ ഹൃദയം കേടുവരുന്നതെന്ന് സയ്യിദുന ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. നമ്മുടെ ജീവിതത്തിൽ ആകെ നമ്മൾ സംരക്ഷിക്കേണ്ടത് ഹൃദയം മാത്രം. വേറൊന്നും സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ചെവിക്ക് കേടുവരാൻ പാടില്ല, കൈക്ക് കേടുവരാൻ പാടില്ല, എങ്കിൽ സ്വഹാബത്ത് ഷഹീദാവില്ലല്ലോ. ഷഹീദാവും, ഒരു ഷഹീദായി. ഹൃദയത്തിനും കേടുവരരുത്, ഇതാണ് ഏറ്റവും പ്രധാനം. അലാ വഹിയൽ ഖൽബ്, ഹൃദയം കേടുവന്നാൽ നമ്മുടെ ജീവിതം തകർന്നു പോകും. റബ്ബ് നോക്കുന്ന സ്ഥലമാണ് ഹൃദയം. ഹൃദയത്തെ നമ്മൾ നന്നായി നോക്കണം. ഫൽ ഖൽബു അഅസ്സു അലൽ മുഅ്മിനി മിൻ ജിസ്മിഹി, ശരീരത്തിന്റെ എല്ലാ പാർട്ടിനേക്കാളും പ്രധാനം മുഅ്മിന് ഹൃദയമാണ്. ഹദ്ദാദ് ഇമാമിന്റെ ആദാബു സുലൂക്കിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്.
വൽ ഖൽബു അഅസ്സു അലൽ മുഅ്മിനി മിൻ ജിസ്മിഹി. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന്റെ ഏത് ഭാഗത്തേക്കാളും പ്രധാനം ഹൃദയമാണ്. ഹൃദയത്തിന് കേടുവരരുത്, ഹൃദയം ചീത്തയാവരുത്. ബൽ റഅസുൽ മാലിൽ മുരീദി ഹിഫ്ളു ഖൽബിഹി വ ഇമാറത്തിഹി. ഖൽബ് നന്നാക്കുക, ഹൃദയം ശുദ്ധിയാക്കുക എന്നുള്ളതാണ് അള്ളാഹുവിലേക്ക് യാത്ര പുറപ്പെടുന്ന ഒരു മനുഷ്യൻ ആദ്യം ഉണ്ടാക്കേണ്ട മൂലധനം. നമ്മളെ കയ്യിൽ അജ്മീറിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് എറണാകുളം ഒക്കെ മരുസാഗർ ട്രെയിനൊക്കെ കയറുമ്പോൾ കയ്യിൽ കാനുണ്ടാവും വെള്ളത്തിൻ്റെ. പിന്നെ കൂടുതൽ ദിവസങ്ങൾ കയ്യിൽ കരുതിയാൽ കേടുവരാത്ത അവലോ നേന്ത്രപ്പഴോ വാട്ടവർ എന്തെങ്കിലും ഉണ്ടാവും അല്ലേ? എന്നതുപോലെ നമ്മൾ അള്ളാഹുലേക്ക് യാത്ര പുറപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ശരിയാക്കേണ്ടത് മൂലധനമായി ക്യാപിറ്റലായിട്ടുള്ളത് നമ്മുടെ ഖൽബാണ്. ആ ഖൽബിന് കേടുവരാതെ മുഅ്മിനായ മനുഷ്യൻ സംരക്ഷിക്കണം. വഅമ്മൽ ഖൽബു, ശരീരം എന്ന് പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണേ, ശരീരം എന്ന് പറയുന്നത് മരണത്തോടു കൂടി തീരും. മരണത്തോടു കൂടി തീരും. കുറേ കാലം കഴിഞ്ഞ് ഖബർ തുറന്നു നോക്കിയാൽ ഇവിടെ ഒരാൾ മറമാടിയിൽ നിന്ന് തന്നെ അടയാളം തന്നെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അത്രയും കാലം നമ്മൾ ഖബറിൽ കിടക്കണം. ശരീരം അങ്ങനെയാണ്. അപ്പൊ നമ്മളൊക്കെ ഭൂമിയുടെ മുകളിൽ ജീവിക്കുന്ന കാലത്തിന്റെ എത്രയോ ഡബിൾ ഖബറിൽ കിടക്കണ്ടേ? ആദം നബി അലൈഹി സ്വലാം ആകെ ഭൂമിയിൽ കുറഞ്ഞ കാലമല്ലേ ഉണ്ടായിട്ടുള്ളൂ. 6000-7000 കൊല്ലം പ്ലസ് ആയില്ലേ ആദം നബി അലൈഹി സ്വലാം ഖബറിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം 63 തങ്ങൾ എത്ര കൊല്ലായി, എത്ര നൂറ്റാണ്ടായി? 1400+ കൊല്ലമില്ലേ തങ്ങൾ റൗദയിൽ കിടക്കുന്നത്. നമ്മുടെ ഉപ്പാപ്പമാര് ജീവിച്ച കാലവും ഇപ്പൊ ഖബറിൽ അവർ ജീവിക്കുന്ന കാലവുമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര കാലമായി. നമ്മളൊക്കെ കൂടിപ്പോയ ഒരു 40, 50, 60 അള്ളാഹ് ആയുസ് എത്രയാ തന്നെന്ന് നമുക്കറിയില്ല. ആ കാലം കഴിഞ്ഞ് ഖബറിൽ കിടക്കുമ്പോൾ എത്ര ഡബിൾ കാലം അവിടെ കിടക്കണം. അവിടുന്ന് ശരീരമൊക്കെ നശിച്ചു, ശരീരം തീർന്നു പോകും. മരിച്ച് കഴിയുമ്പോൾ ശരീരം അങ്ങ് പോകും. ബട്ട് വഅമ്മൽ ഖൽബു, ഹൃദയം ഇൻ തലിഫ ഫഖദ് തലിഫത്തുൽ ആഖിറ, ഹൃദയം കേടുവന്നാൽ ആഖിറം കേടുവന്നു. ഇനി നമുക്ക് അല്ലാഹുവിന്റെ അടുത്ത് പോകാൻ കഴിയില്ല, തീർന്നു. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നമ്മുടെ ഖൽബാണ് നന്നാക്കേണ്ടത്. അവസാന കാലം ഇബാദത്തൊക്കെ അങ്ങ് കൂടി വരും, പക്ഷെ ഖൽബ് കൂടെ ഉള്ള ഇബാദത്തായിരിക്കില്ല. വഴിയെ ഹസനുൽ ബസ്രി തങ്ങൾ എന്നെ അത് പറയുന്നുണ്ട്. ഫഇന്നഹു ലാ യൻജു മിൻ സഖ്തില്ലാഹി വയഫൂസു ബിറിദ്വാനിഹി വസവാബിഹി ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹുവിന്റെ കോപം ലഭിക്കാതെ രക്ഷപ്പെടാനും അള്ളാഹുവിന്റെ പ്രതിഫലവും തൃപ്തിയും ലഭിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാനും നമുക്ക് കഴിയണം എന്നുണ്ടെങ്കിൽ ഇല്ലാമന്നത്തല്ലാഹ ബിഖൽബിൻ സലീം, നമ്മുടെ ഖൽബ് നന്നാവണം, ഹൃദയം ശുദ്ധിയാവണം. ഈ ദുനിയാവിലുള്ള പോലെ ഒന്നുമല്ല ആഖിറത്തിലുണ്ടാവില്ല. ഇവിടുന്ന് പലരും പല കോമാളിത്തരും അടിമുടി ലൈഫിന്റെ അടിച്ചു പൊളിയൊക്കെ ഉണ്ടാവും. നേരെ ഉൾട്ട ആഖിറത്തിൽ കാണാൻ പറ്റും. നമ്മൾ തന്നെ നമ്മളെ കുറിച്ച് കരുതുന്നത് നേരെ ഉൾട്ട അവിടെ സംഭവിക്കും. നല്ല ആള് എന്ന് വിചാരിക്കുന്ന പലരും അവിടെ അടിപതറും. വളരെ മോശം, ഈ ചങ്ങായിൻ്റെ എല്ലാം മുടീൻ്റെ കോലയല്ല എന്തെന്ന് വിചാരിക്കുന്നവരായിരിക്കും ചിലപ്പോൾ ആഖിറത്തിൽ കഴിച്ചിലാവും. നമ്മളാരെയും ചെറുതാക്കണ്ട. ഏത് പ്രായം കുറഞ്ഞ ആളെ കാണുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് എൻ്റെ അത്ര തെറ്റ് അയാൾ ചെയ്തിട്ടില്ലല്ലോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഏത് പ്രായം കൂടുതലുള്ള ആളെ കുറിച്ചും നമ്മൾ ആലോചിക്കേണ്ടത് ഫഇന്നഹു അതാഅ അല്ലാഹ ഖബലി, എന്നെക്കാൾ എത്ര സുജൂദ് ആ പ്രായമുള്ള ഉമ്മാമ ഉപ്പാപ്പ ചെയ്തിന്, അങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു നായനെ കണ്ടവർ നമ്മളെ ചിന്ത എന്താ വേണ്ടത്? അസ്വാബുൽ കഹ്ഫിന്റെ നായനെ നമ്മൾ കാണൂല, അഥവാ കണ്ടാൽ വിചാരിക്കണം ആ നായ സ്വർഗത്തിൽ ഉറപ്പ്, ടിക്കറ്റ് കൺഫേമാണ്. വേറെ ഏതെങ്കിലും ഒരു തെരുവ് നായനെ കണ്ടാൽ നമ്മൾ ആലോചിക്കേണ്ടത് ആ നായ നരകത്തിൽ പോകില്ലാന്ന് ഉറപ്പല്ലേ? നമുക്ക് ഉറപ്പില്ലല്ലോ, ഇല്ലല്ലോ, ഇല്ല. ഇനി നമ്മളുടേതല്ലാത്തൊരു വിശ്വാസം പുൽകുന്ന ഒരാളെ കണ്ടു എന്ന് വിചാരിക്കും, ഒരു മുഅ്മിനല്ലാത്ത ഒരാൾ, അയാൾ നാളെ മറ്റന്നാൾ നമ്മളെ ഈമാൻ സ്വീകരിച്ചാൽ അയാൾ രക്ഷപ്പെടുമല്ലോ നമ്മൾ ചിന്തിച്ചാൽ മതി. ആരെയും ചെറുതാക്കണം. നമ്മളാരാ മറ്റുള്ളവരെ ചെറുതാക്കാൻ? നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്? ആഖിറത്തിലെത്തിയിട്ട് എൻ്റെ പേരായിരിക്കും നരകത്തിലേക്ക് ആദ്യം വിളിക്കുന്നതെന്ന് വിചാരിച്ചാൽ തീരും ഈ കിബർ മുഴുവനും തീരും. എല്ലാരെ കുറിച്ചും അഭിപ്രായം പറയാ, എല്ലാരെ കുറിച്ചും ജഡ്ജ് ചെയ്യുക, ആ പണിയൊക്കെ നമ്മൾ നിർത്തുക. ജഡ്ജ്മെന്റിന്റെ കസേരയിൽ നിന്നും എണീറ്റ് പോവുക. ആരെയും വിധി എഴുതാൻ നമ്മൾ നിൽക്കണ്ട. സദസ്സിൽ നിന്ന് ഒരാളിങ്ങനെ കരയുമ്പോൾ വേറൊരാൾ ചിന്തിക്കുകയാണ്, ഇയാൾക്ക് എന്ത് ഈ കരച്ചിലൊക്കെ വരുന്നത്? ഇയാൾ അള്ളാഹിനെ ഓർത്തിട്ട് തന്നെയാണോ കരയണത്? വേറെന്തെങ്കിലും ഉദ്ദേശിച്ചിട്ട് കരയുന്നതാണെന്ന് തോന്നുന്നത്. ഉടനെ തന്നെ മലക്കളോട് അള്ളാഹ് പറഞ്ഞു, ആ ചിന്തിച്ച ആൾക്ക് എന്നെ ഓർത്ത് 1 കൊല്ലം കരയാനുള്ള തൗഫീക്ക് ഡിലീറ്റ് ആക്കിയേക്ക്. 1 കൊല്ലം ആ ചങ്ങായിൻ്റെ കണ്ണെന്ന് ഒരു തുള്ളി വീണു പോകരുത്. ജുമൂദുൽ ഐൻ വദാലിക അലാമത്തുൻ മിനശ് ശഖാവ, പരാജയപ്പെട്ടു എന്നുള്ള അതിൻ്റെ അടയാളാണ് കണ്ണെന്ന് വെള്ളം വരാതിരിക്കുക. ഡിലീറ്റ് ആക്കിയേക്ക്. ഓനാരാ അയാളെ അങ്ങനെ ചിന്തിക്കാൻ? ഓനെ ഏൽപ്പിച്ചാൽ അള്ളാഹ് നമ്മളാരെയും വേറൊരാളെ വിധി എഴുതാൻ ഏൽപ്പിച്ചിട്ടില്ല. പള്ളീൻ്റെ സ്റ്റെപ്പിൽ ഇരുന്നിട്ടും വേറെ ഏതെങ്കിലും ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ടും നാട്ടുകാരെ കുറിച്ച് അഭിപ്രായം പറയൽ പരിപാടിയൊക്കെ നിർത്തിയിട്ട് അവനവൻ്റെ ഖൽബ് നന്നാക്കാനുള്ള പണി നമ്മൾ നോക്കണം.
ഗസാലി ഇമാം റഹിമഹുല്ലാ വിശദമായി തൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ അത് എഴുതി വെക്കുന്നുണ്ട്. നമ്മുടെ ഖൽബിന് തന്നെ കുറേ രോഗങ്ങളുണ്ട്, കുറേ പുഴുക്കളുണ്ട്, കുറേ കേടുണ്ട്. ആ ഖൽബ് നന്നാക്കണം. അത്തഖ്വാ ഹാഉനാ, തഖ്വ ഖൽബിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് 3 വട്ടം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഖൽബിൽ പിശാച് മുട്ട ഇടുന്നുണ്ടോ എന്ന് എപ്പോഴും പേടിക്കണം. പിശാച് മുട്ട ഇടുന്നുണ്ടോ എന്ന് എപ്പോഴും പേടിക്കണം. പിശാച് മുട്ട ഇട്ട് കഴിഞ്ഞാൽ അവിടെ കുറേ പിശാചിൻ്റെ കുഞ്ഞുങ്ങൾ വിരിയും. ഫിർഔനും ഖാറൂനും ഹാമാനും അബൂജഹലും ഉത്ബത്തും ഷൈബത്തും വലീദ് ബിൻ മുഗീറയും ആസ് ബിൻ വാഇലും അബൂലഹബൊന്നും മരിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ഖുർആനും തഫ്സീറും അവരുടെ ഒക്കെ പേര് പറഞ്ഞത് ഒരു വ്യക്തിൻ്റെ പേരായിട്ട് പറഞ്ഞല്ല, അത് ഒരാശയത്തിൻ്റെ പേരാണ്. അബൂജഹൽ എല്ലാ കാലത്തും ഉണ്ടാവും, എല്ലാ കാലത്തും ഉണ്ടാവും. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളായ ഖാബീലും ഹാബീലും, ഖാബീലിസം എന്ന് പറയുന്ന ധാർഷ്ട്യത്തിൻ്റെ ധിക്കാരത്തിൻ്റെ ഞാൻ കമ്മിറ്റിയിലുള്ള കാലത്തോളം അത് നടക്കൂല, അങ്ങനത്തെ ധാർഷ്ട്യ സ്വഭാവമുള്ള എല്ലാ മനുഷ്യന്മാരും ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. സാധുക്കളായ ഹാബീലിസത്തിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവരും ഉണ്ടാവും. അനറബുക്കുമില്ല, ഞാനുണ്ടാവുമെന്ന് നോക്കണമല്ലോ. ആരാ എന്നെ വിളിക്കാണ്ട് എൻ്റെ പേരെടുത്തോ നോട്ടീസിൽ? ഈ ഫിറഔനിയത്തുള്ളവരെല്ലാ കാലത്തും ഉണ്ടാവും. അബൂലഹബ് ഉണ്ടാവില്ലേ? നബി ഗുണമുള്ള ആരെ കളിയാക്കിയാലും അവനൊരു ആസുബിന് വായിലും അബൂലഹബ് ആണെന്ന് തഫ്സീറിലില്ലേ? അല്ലെങ്കിൽ അബൂലഹബിന് വേണ്ടി മാത്രം ഒരു സൂറത്ത് ഇറക്കിയതാണോ? തബ്ബത് യദാ അബീ ലഹബ്. ഖുർആൻ മുതലാവോ? ചങ്ങായിക്ക് മാത്രം സൂറത്ത് ഇറക്കിയാൽ മുതലാവോ? ബാക്കി നമുക്കെല്ലാം 113 സൂറത്തോ? ദർ ഇസ് എ നോ ചാൻസ് ടു ബി. അങ്ങനെയൊന്നൊരു സാധ്യതയില്ല. നമ്മൾ അറിവിൻ്റെ ആഴങ്ങളിലേക്ക് തഫ്സീറിൻ്റെ ലോകത്തേക്കൊന്ന് പഠിക്കണം. പിശാച് മുട്ട ഇട്ട് കഴിഞ്ഞാലാണ് ഇത്തരം ഫിറഔനിയത്തൊക്കെ നമ്മളിൽ ഉണ്ടാവുക. ഫിറഔനിയത്ത്, പിശാച് മുട്ടയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉഖ്റവിയായ ചിന്തയൊന്നും ഉണ്ടാവില്ല. ഇല്ലേ, ഒരിക്കലും ഉണ്ടാവില്ല. പിശാച് മുട്ടയിട്ട് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു ആരെയൊക്കെ വെറുത്തിട്ടുണ്ടോ അവർ മുഴുവനും, ആ സ്വഭാവങ്ങൾ മുഴുവനും നമ്മളിലേക്ക് വരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അള്ളാഹു ആരെയൊക്കെ വെറുത്തിട്ടുണ്ടോ അവർ മുഴുവനും നമ്മുടെ സ്വഭാവത്തിലേക്ക് വരും. അതാണ് യഹ്യ ഇബ്നു മുആദ് റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ദിയാറുക്കും ഹാമാനിയ, നിങ്ങൾ കെട്ടിപ്പൊക്കുന്ന വീടും ലാസ്റ്റ് മന്ത് ഹൗസ് വാമിങ് പൂർത്തിയാക്കിയ വീടും ഹാമാന്റെ വീടാണല്ലോ. എത്ര കൊല്ലം താമസിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇത്രയും വലിയ കൊട്ടാരടുത്തേക്ക്? എത്ര വലിയ വീടാണ് ദിയാറുക്കും ഹാമാനിയ, എത്ര വലിയ വീടാണോ? ഹാമാന്റെ വീടാണല്ലോ നീ ബിൽഡ് ചെയ്തേക്കണത്. 2 ഉസ്താമാരെ കൊണ്ടുവന്നാൽ തീരുമോ? ഈ വലിയ വീട് ദൂർത്തല്ലാതിരിക്കുമോ? വമറാക്കിബുക്കും ഖാറൂനിയ, നീ എടുത്ത വണ്ടി മുഴുവനും ഖാറൂന്റെ വണ്ടിയാണല്ലോ. പണ്ട് മൂസാ നബിന്റെ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് കഠിന ശത്രുവായി, മോർട്ടൽ എനിമിയായി ജീവിച്ച, പണം കൊണ്ട് ധിക്കാരം കളിച്ച ഖാറൂൻ മുതലാളിയുടെ വണ്ടിയാണല്ലോ നീ എടുത്തേക്കണത്. വമലാബിസുക്കും ഫിറൗനിയ, നിന്റെ ഡ്രസ്സ് മൊത്തം ഫിറൗന്റെ ഡ്രസ്സാണല്ലോ. എത്ര ഡ്രസ്സ്? മെനിനാന്ന് എല്ലാവരും പച്ച കളറിൽ വി മോഡലിൽ നിന്നിട്ട് ഫോട്ടോ, ദെൻ ഇന്നലെ റെഡ്, ഇന്ന് വൈറ്റ്, നാളെ യെല്ലോ. എത്ര ഡ്രസ്സ് ഒരു കല്യാണത്തിന് തന്നെ? ഫിറഔനിയ. പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഫൈന സുന്നത്തുൽ മുഹമ്മദിയ, എവിടെ മോനെ റസൂലുള്ളാഹ്? നബിദിനത്തിലെ ഡെക്കറേഷനിൽ തീർന്നോ? ഖാറൂനും ഹാമാനും ഫിറൗനൊക്കെ ലൈവിലുണ്ടല്ലോ, നിന്റെ വീട്ടിലും ഡ്രസ്സിലും വാഹനത്തിലും ഉണ്ടല്ലോ. ഫൈന സുന്നത്തുൽ മുഹമ്മദിയ, എവിടെ എവിടെ? അപ്പോൾ പിശാച് നമ്മുടെ കൽബിൽ മുട്ടയിടുമ്പോഴാണ് ഈ എൻഗേജ്മെൻറ്റിൻ്റെ ദൂർത്തും ഹൗസ് വാമിങ്ങിൻ്റെ വൃത്തികേടും മറ്റുള്ളവരുമായി കമ്പാരിസൺ നടത്തിയിട്ട് കുറേ ഇസ്രാഫും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. പിശാച് നമ്മളിൽ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മുടെ കൽബിനാണ് പ്രശ്നം.